പഴയ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി. എല്ലാവർക്കും ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ: വിനീതിന്റെ തിരോധാനം. അതിമോഹമാണ് അവനെ നാടുവിടാൻ പ്രേരിപ്പിച്ചത്. എടുത്താൽ പൊങ്ങാത്തത്ര കടമല്ലേ അവൻ വരുത്തിവെച്ചത്, വിശ്വനാഥൻ പറഞ്ഞു. വിനീതിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു വിശ്വനാഥൻ. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാണ്. എടോ, തന്റെ അടുത്തവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഷെയർ വാങ്ങിക്കൂട്ടുന്നതിനെക്കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തെക്കുറിച്ചും മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. മോനെ, ബാലൻസ് ഷീറ്റ് പഠിക്കാതെയുള്ള നിന്റെ ഈ കളി ബാലൻസ് തെറ്റിക്കുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ, വിശ്വനാഥൻ പറഞ്ഞു. അതെന്താ, ബാലൻസ് ഷീറ്റ് പഠിച്ചിരുന്നെങ്കിൽ നഷ്ടം ഒഴിവാക്കാമായിരുന്നുവെന്നാണോ നീ പറയുന്നത്? പ്രിയൻ ചോദിച്ചു. നിങ്ങൾ ആരെങ്കിലും ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടോ? വിശ്വനാഥൻ ചോദിച്ചു. ഞങ്ങളെല്ലാവരും മുഖാമുഖം നോക്കിയിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല. ജോൺ തന്റെ ഒരു സംശയം പുറത്തിട്ടു. എന്തിനാണ് ബാലൻസ് ഷീറ്റ് പഠിക്കുന്നത്? എങ്ങനെയാണ് അതിനെക്കുറിച്ച് അറിയുക? പറയാം, വിശ്വനാഥൻ പറഞ്ഞു തുടങ്ങി. ബാലൻസ് ഷീറ്റിനെക്കുറിച്ചും അതിന്റെ ഘടനയെക്കുറിച്ചും ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അത് അഴിച്ചു പണിയണം. ഞങ്ങളെല്ലാവരും ചെവി കൂർപ്പിച്ചു. ഉദാഹരണത്തിന് R&Rന്റെ ബാലൻസ് ഷീറ്റ് തന്നെ എടുക്കാം. ബാലൻസ് ഷീറ്റിന് 2 വശങ്ങളുണ്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. അതായത്, ആസ്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന വലതുവശത്തുള്ള അസറ്റ് വശവും ബാധ്യതകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടതുവശത്തെ ലയബിലിറ്റി വശവും. ആദ്യം അസറ്റ് സൈഡിൽ എന്തെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് നോക്കുക. ഇതേ, ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും തലേ കയറില്ല. അടുത്തില്ല ഇവന്റെ ഓഫീസ്. ഊണ് കഴിഞ്ഞ് അവന്റെ ഓഫീസിലേക്ക് പോകാം. അവിടെയാകുമ്പോൾ ബാലൻസ് ഷീറ്റ് കണ്ടു തന്നെ മനസ്സിലാക്കാമല്ലോ. ഞാൻ ഇടയ്ക്ക് കയറി. വിശ്വനാഥനും അതിഷ്ടപ്പെട്ടു. ഓഫീസിലാകുമ്പോൾ കുറച്ചുകൂടി സ്വതന്ത്രമായി സംസാരിക്കാമല്ലോ. 2 പന്തി ഊണ് അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. ഞങ്ങൾ തൽക്കാലം ചർച്ച നീക്കിവെച്ച് അടുത്ത പന്തിയിൽ കയറിപ്പറ്റി. ഊണ് കഴിഞ്ഞ് നവവധൂവരന്മാർക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞങ്ങൾ നേരെ വിശ്വനാഥന്റെ ഓഫീസിലേക്ക് നടന്നു. ഓഫീസിലേക്ക് ഞങ്ങൾ വരുന്ന വിവരം വിശ്വനാഥൻ അവന്റെ സ്റ്റാഫിനെ നേരത്തെ അറിയിച്ചിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഇരിക്കാനുള്ള സംവിധാനങ്ങളും ചുമരിൽ ഒരു വൈറ്റ് ബോർഡും മാർക്കർ പേനയും എല്ലാം റെഡി. എല്ലാവരും സൗകര്യമായി ഓരോ കസേരകളിൽ സ്ഥാനം പിടിച്ചു. വിശ്വനാഥൻ അവന്റെ കസേരയിലിരുന്ന് മേശവലിപ്പ് തുറന്ന് കുറച്ച് ബാലൻസ് ഷീറ്റുകളെടുത്ത് ഓരോരുത്തർക്ക് ഓരോ കോപ്പി തന്നു. ഇതാണോടെ നീ പറഞ്ഞ ബാലൻസ് ഷീറ്റ്? ഏറ്റവും പിറകിലിരുന്ന ജോസഫ് മാഷിന്റെ സംശയം. ഞങ്ങൾ വിശ്വന്റെ ഓഫീസിലേക്ക് വരുന്നതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് കൂടെ കൂടിയതാണ് ജോസഫ് മാഷ്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു സ്ഥിരമംഗമാണ്. അല്ല, ഇത് ബാലൻസ് ഷീറ്റിന്റെ ഒരു സാമ്പിളാണ്. ആദ്യം ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പഠിക്കണമല്ലോ, എന്നിട്ട് വേണമല്ലോ ബാലൻസ് ഷീറ്റ് വിശകലനം ചെയ്യാൻ, വിശ്വൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ നാം എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ബാലൻസ് ഷീറ്റിന് 2 വശങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു. അതെ, ബാലൻസ് ഷീറ്റിന് അസറ്റ് വശവും ലയബിലിറ്റി വശവുമുണ്ട്. അസറ്റ് ആസ്തി, ആ വശം വലതുവശത്തും ലയബിലിറ്റി ബാധ്യത വശം ഇടതുവശത്തുമാണ് കാണുക. എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ബാലൻസ് ഷീറ്റ് തുറന്നു നോക്കിയേ, വിശ്വൻ തുടർന്നു. വിശ്വന്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ പണ്ട് 2ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചിരുന്ന ചുമ്മാരു മാഷിനെ ഓർത്തുപോയി. നമുക്കാദ്യമായി ആസ്തിവശത്തെക്കുറിച്ച് പഠിക്കാം. ആസ്തികൾ 2 തരത്തിലുണ്ട്: സ്ഥിരമായ ആസ്തികൾ അഥവാ ഫിക്സഡ് അസറ്റ്, സാധാരണ ആസ്തികൾ അഥവാ കറന്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്നാൽ മാറ്റം സംഭവിക്കാത്ത ആസ്തികൾ. ബിസിനസ് മുന്നോട്ട് പോകുമ്പോഴും ഈ ആസ്തികൾക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല. വസ്തുവകകൾ, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, ഫർണിച്ചർ, മറ്റുപകരണങ്ങൾ തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവയെല്ലാം ബിസിനസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നു. കാലക്രമത്തിൽ ഇവയുടെ ഉപയോഗശേഷി കുറഞ്ഞു വരുന്നു. മാത്രമല്ല, ഉൽപാദനക്ഷമത ഉയർത്തുവാൻ വേണ്ടി അധികം പ്രവർത്തനശേഷിയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനായി പണം കണ്ടെത്തേണ്ടതുകൊണ്ട് എല്ലാ വർഷവും ലാഭത്തിൽ നിന്നും ഒരു നിശ്ചിത വീതം തേയ്മാന ചിലവിലേക്കായി മാറ്റിവെക്കാറുണ്ട്. ഇത് ചിലവുകളുടെ കൂടെ തന്നെ കണക്കാക്കുന്നു. ബാലൻസ് ഷീറ്റിൽ ഈ തേയ്മാന ചിലവ് ആസ്തികളുടെ വിലയിൽ നിന്നും കുറച്ച് കാണിച്ചിരിക്കുന്നതായി കാണാം. അതാണ് ഫിക്സഡ് അസറ്റ് നെറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ ആണ് തേയ്മാന ചിലവ് അല്ലേ? ഞാൻ ചോദിച്ചു. അതെ. എല്ലാ വർഷവും തേയ്മാന ചിലവ് ആദായത്തിൽ നിന്നും കുറച്ച് കരുതൽ ധനമായി സൂക്ഷിക്കുന്നു, വിശ്വനാഥൻ തുടർന്നു. ഓരോ വർഷവും ആദായത്തിൽ നിന്ന് ഇപ്രകാരം നീക്കിവെക്കുന്ന തുക കരുതൽ ധനത്തോട് ചേർക്കാം. അങ്ങനെ കരുതൽ ധനത്തിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്ന തുക ഈ ആസ്തിയുടെ മൂല്യത്തിൽ നിന്നും കുറച്ച് കാണിക്കുന്നു. ഇപ്രകാരം ഡിപ്രീസിയേഷൻ കഴിച്ചുള്ള ആസ്തി വിലയെ പുസ്തകവില അഥവാ ബുക്ക് വാല്യൂ എന്നാണ് പറയുക. എന്നാൽ ആസ്തികൾ നാം വാങ്ങുമ്പോൾ നൽകുന്ന വിലയ്ക്ക് മുഖവില അഥവാ ഫേസ് വാല്യൂ എന്ന് പറയുന്നു. അപ്പോൾ ബുക്ക് വാല്യൂ ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞതായിരിക്കുമല്ലോ, ഞാൻ ചോദിച്ചു. തികച്ചു ശരിയാണ്, വിശ്വൻ പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു വില കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. വിപണിയിൽ ആസ്തി വിറ്റാൽ കിട്ടുന്ന വിലയെ വിപണി വില അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയും. മാർക്കറ്റ് വാല്യൂ മിക്കവാറും മുഖവിലയെക്കാളും ബുക്ക് വാല്യൂവിനേക്കാളും ഉയർന്നിരിക്കും. എന്നാൽ ചില അവസരങ്ങളിൽ മാർക്കറ്റ് വാല്യൂ മുഖവിലയെക്കാളും താഴേക്ക് പോയേക്കാം. ഇതാണ് ഫിക്സഡ് അസറ്റുകളെക്കുറിച്ചുള്ള പൊതുവായ തത്വം. ഇനി എന്തെല്ലാമാണ് ഫിക്സഡ് അസറ്റുകൾ എന്ന് പരിശോധിക്കാം. ദീർഘകാല അടിസ്ഥാനത്തിലുള്ള അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ് വിഭാഗത്തിൽ വരിക. സാധാരണയായി കമ്പനി ബാലൻസ് ഷീറ്റുകളിൽ ഫിക്സഡ് അസറ്റുകളുടെ വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താറില്ല. അത് ബാലൻസ് ഷീറ്റിന് അനുബന്ധമായ പട്ടികയിലാണ് കാണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കൈവശമുള്ള ബാലൻസ് ഷീറ്റ് പരിശോധിച്ചു നോക്കൂ.
ഞങ്ങൾ കൈവശമുള്ള ബാലൻസ് ഷീറ്റ് തുറന്ന് ബാലൻസ് ഷീറ്റിന്റെ പേജ് എടുത്ത് നോക്കി. വിശ്വൻ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഫിക്സഡ് അസറ്റിന്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ല. പകരം ഷെഡ്യൂൾ നമ്പർ കാണിച്ച് അതിൽ നോക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഷെഡ്യൂളുകൾ കൊടുത്തിട്ടുള്ള പേജ് എടുത്തു. അപ്പോൾ അതിൽ ഓരോതരം ഫിക്സഡ് അസറ്റുകളുടെ പേരുകളും അവയുടെ മുഖവില, പുതിയവ കൂട്ടിച്ചേർത്തത്, വാങ്ങിയ വില, വിറ്റുകളഞ്ഞത്, അവയുടെ ബുക്ക് വില, ഡിപ്രീസിയേഷൻ എല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം വിശ്വ. ജോൺ തന്റെ സംശയം വെളിപ്പെടുത്തി. കൈവശമുള്ള ഫിക്സഡ് അസറ്റിൽ നിന്നും വിറ്റ് കളയുമ്പോൾ നമുക്ക് വിറ്റ് കിട്ടുന്ന വിലയല്ലേ കാണിക്കേണ്ടത്? നല്ല ചോദ്യം. ചോദ്യം വിശ്വന് ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു, സുഹൃത്തെ, എല്ലാ വർഷവും ഒരു തുക തേയ്മാന ചിലവായി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിറ്റ ആസ്തിയുടെ വില കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ വിൽക്കുമ്പോൾ ആസ്തിയുടെ നില മെച്ചപ്പെട്ടതാണെങ്കിൽ അത് വീണ്ടും ഉപയോഗിക്കാമെങ്കിൽ വിപണിയിൽ കൂടുതൽ വില കിട്ടും. തേയ്മാന ചിലവായി കിഴിച്ച തുക നാം ഉൽപ്പന്നങ്ങളുടെ വില ഈടാക്കുന്നതോടൊപ്പം തന്നെ കൈപ്പറ്റുന്നതുകൊണ്ട് ആ ഇനത്തിലുള്ള പണം നേരത്തെ തന്നെ ലഭിച്ചതിനാൽ വീണ്ടും അത് കണക്കാക്കേണ്ടതില്ല. പകരം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരവ്, ഇൻകം രേഖപ്പെടുത്തുന്ന വശത്ത് മറ്റ് വരവുകളുടെ അടിയിലായി ഫിക്സഡ് ഡിപ്പോസിറ്റ് വിറ്റുവരവ് എന്ന് കാണിക്കും. കാരണം ഇത് കച്ചവടത്തിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഉള്ളവരല്ല. ഫിക്സഡ് അസറ്റിൽ മേൽപ്പറഞ്ഞ വക കൂടാതെ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലുമുള്ള ഡിപ്പോസിറ്റുകൾ, മറ്റ് കമ്പനികൾക്കത് കടമായി ദീർഘകാല അടിസ്ഥാനത്തിൽ നൽകിയ തുക, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ മുതലായവയും കാണിക്കും. അവയും നിക്ഷേപങ്ങളാണല്ലോ. ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു. വിശ്വൻ പറഞ്ഞു നിർത്തി. 100%. ജോണും ഞാനും മാഷും എല്ലാം തലകുലുക്കി. പ്രിയൻ ഒരു സംശയവും ഉന്നയിച്ചു. അപ്പോൾ വസ്തുക്കൾ വിറ്റിട്ടും ലാഭം കൂട്ടിക്കാണിക്കാം അല്ലേ? ഷുവർ. അപ്പോൾ കാര്യം പിടികിട്ടി എന്നർത്ഥം. എങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. വിശ്വൻ ഇനി മുഴുവൻ പഠിപ്പിച്ചിട്ടേ അടങ്ങുമെന്ന മട്ടാണ്. അടുത്തത് കറന്റ് അസറ്റാണ്. ഇത്തരം ആസ്തികൾ ഉൽപ്പാദന പ്രക്രിയയുടെ ഭാഗമാണെന്ന് മാത്രമല്ല അത്യന്താപേക്ഷിതവുമാണ്. സ്റ്റോക്ക്, ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഹ്രസ്വകാല വായ്പകൾ തുടങ്ങിയവ ചേർത്തിരിക്കുന്നത് കറന്റ് അസറ്റിന്റെ ചുവടെയാണ്. കറന്റ് അസറ്റിൽപ്പെട്ടവയെല്ലാം ഉൽപ്പന്നങ്ങളായി മാറുകയും ഉൽപ്പന്നങ്ങൾ വിറ്റ് വീണ്ടും ക്യാഷായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം അസറ്റുകളെ സർക്കുലേറ്റിംഗ് അഥവാ ഫ്ലോട്ടിംഗ് അസറ്റുകൾ എന്ന് വിളിക്കാറുണ്ട്. കറന്റ് അസറ്റുകൾ ഒരു കമ്പനിയുടെ ലിക്വിഡിറ്റിയെ